കൊല്ലം ചടയമംഗലത്ത് കള്ളിക്കാട് ഇടിമിന്നലിൽ വീട് കത്തിനശിച്ചു. ഇന്ന് വൈകിട്ട് 3:30 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. വിലപ്പെട്ട എല്ലാ രേഖകളും, സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, പ്രമാണവും കത്തിനശിച്ചു. കടയ്ക്കലിൽ നിന്നും ഫയർഫോഴ്സ് സംഘവും പോലീസും സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. അപകടം നടക്കുന്ന സമയം വീടിനുള്ളിൽ ആളില്ലായിരുന്നു. ഇടിമിന്നൽ സമയത്ത് ഇടി ചാഞ്ഞാണെന്നാണ് സംശയം. ഇടി ചാഞ്ഞാണ്. അപ്പോൾ നമ്മുടെ വീടിനകത്തുള്ള രേഖകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. വീട് മൊത്തം വാസയോഗ്യമല്ലാത്ത രീതിയിൽ നശിച്ചു പോയിരിക്കുകയാണ്. വീട്ടിൽ ആൾക്കാരും ഇല്ലായിരുന്നു. അമ്മ തൊഴിലുറപ്പ് പോയിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ ചേട്ടന്മാരുടെ മക്കളൊക്കെ അടുത്ത വീടുകളിൽ പോയി. ഭയങ്കര ഒരു ഇടിയുടെ വലിയ ശബ്ദം. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ എത്തിയ സമയത്ത് ഇവിടെ തീ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഫയർഫോഴ്സിനെ അറിയിച്ചു. കടകൽ ഫയർഫോഴ്സ് വന്നു. വാർഡ് മെമ്പർ, അതുപോലെ തന്നെ അടുത്ത പ്രദേശങ്ങളിലുള്ളവരെല്ലാം കൂടി അവർ വന്ന് വെള്ളം കോരി ഒഴിച്ച് തീ അണച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ എത്തുന്നത്. നമ്മുടെ വീട്ടിലെ എല്ലാ ഔദ്യോഗിക രേഖകളും, എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, കുഞ്ഞുങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റുകൾ, എല്ലാ രേഖകളും, എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള രേഖകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 10ാം ക്ലാസ് മുതലുള്ള എൻ്റെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എല്ലാം ഉപയോഗശൂന്യമായി. പ്രമാണമൊക്കെ, മുൻപ്രമാണവും പ്രമാണവും എൻ്റെ രേഖകളെല്ലാം നശിച്ചു പോയിരിക്കുകയാണ്. അതാണ് പറയാനുള്ളത്. വീട്ടമ്മയായ ശാന്ത തൊഴിലുറപ്പ് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. മലപ്പുറത്ത് സ്കൂളിലെ അധ്യാപകനായ രാജീവും കുടുംബവും അമ്മ ശാന്തയുമാണ് ഇവിടെ താമസം. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കള്ളിക്കാട് വാർഡിലാണ് ഇന്ന് ഒരു 3-3:30 മണിയോടുകൂടി ഈ ഒരു ദാരുണ സംഭവം നടന്നത്. ഇടിചാഞ്ഞാണ് ഇത് തീപിടുത്തം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ മൊത്തം ഒരുപാട് നാശനഷ്ടങ്ങൾ. ഇവർക്കുള്ള ഇളയ മോന് സ്കൂളിലാണ് ജോലി. അവർക്കുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ്, കുഞ്ഞുങ്ങളെ സർട്ടിഫിക്കറ്റുകൾ, ഒരുപാട് രേഖകളെല്ലാം നശിച്ചു പോയി. അതുപോലെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ. ഭിത്തികളെല്ലാം പൊട്ടി. ഇനി ഇത് വീടിന് ഒന്നിനും താമസിക്കാനായിട്ട് ഈ വീട് ഉപയോഗമല്ല. എല്ലാവരും ഇത് അധികാരികൾ ഇത് എടുത്ത് നല്ലതുപോലെ ഇത് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട കുടുംബമാണ്. അവരെ സഹായിക്കേണ്ട ചുമതല നമുക്കുണ്ട്. അമ്മയാണ് ഇതാണ് ഇവിടെ താമസിച്ചിരുന്ന അമ്മയാണ് ഈ നിൽക്കുന്നത്. അമ്മയ്ക്ക് 3 ആമക്കളാണ്. ഇളയ മോനാണ് ഇവിടെ താമസിക്കുന്നത്. സ്കൂളിലെ ടീച്ചറാണ്. മലപ്പുറം സ്കൂളിലെ ടീച്ചറാണ്. പുള്ളിയുടെ രേഖകളാണ് മൊത്തം നശിച്ചു പോയത്. ഭാര്യയുടെ സ്കൂൾ രേഖകളും എല്ലാം ഉണ്ട്. അതെല്ലാം എല്ലാ സാധനങ്ങളും നശിച്ചു പോയി. തുണികൾ അറുതി, ഒറ്റ സാധനവും ഇല്ല. തുണികൾ മൊത്തവും നശിച്ചു. പ്രമാണങ്ങൾ എല്ലാം നശിച്ചു പോയി. റേഷൻ കാർഡ്, പാസ്ബുക്ക് എല്ലാം നശിച്ചു പോയി. വീടിനകം മൊത്തം ഭിത്തി മൊത്തം പൊട്ടി. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. ദൈവാധീനം പോലെ അപായം ഒന്നും ഉണ്ടായില്ല. ആളുകൾ ഒന്നും ഇല്ലായിരുന്നു. വാർഡ് മെമ്പർ സിന്ധുകുമാരി, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു.